ഹലോ ഗൈസ്, അപ്പം നമ്മുടെ SI780 ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ES ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു ട്രക്ക് ഗെയിമാണ്. അപ്പം നമ്മുടെ വണ്ടി ദേ ഇവിടെ കിടക്കണതാണ്. ഞാൻ കുറേ നാൾ മുമ്പേ ഇത് എടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് വണ്ടിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് വേറെ മോഡലാക്കാൻ പോവുകയാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മളിപ്പോൾ ഇതിൽ പോയിൻ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടി എടുത്തിട്ട് നമ്മുടെ ലോഡ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം അല്ലേ? ലോഡ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കട്ടെ. ഓക്കെ, തട്ടാണ്ടിരിക്കണം. തട്ടാണ്ട് സൈഡൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് മിസ് ഒന്ന് ചെറുതായിട്ട് ഉരഞ്ഞു. ഞാൻ ഇവിടെ നിന്നൊരു സംഭവം കാണിച്ചില്ല ഗൈസ്. ഇവിടെ നമ്മളെ വണ്ടി റിവേഴ്സ് എടുത്തിട്ടേക്കട്ടെ. നമ്മൾ ഇവിടെ റിയലായിട്ട് ട്രക്കൊക്കെ വളയ്ക്കണ പോലെ തന്നെ ഉണ്ടാവും. ഇതാ നോക്കിക്കോ, അടുത്ത ക്യാമറ ഇത് തന്നെ. ഇതിൽ നോക്കിക്കോ ഗൈസ്. ആക്സിലേറ്റർ ആക്സിലേറ്ററേ എന്താണ് ആക്സിലേറ്റർ ഒന്നാവാത്തത്? ദേ വീണ്ടും പോയി. ഇനി എടുക്കുക ഗൈസ്. തട്ടി ഇതേ കണ്ട ഗൈസ്. ഒരു റിയലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിയൊക്കെ എടുക്കണ പോലെ തന്നെ ഇല്ലേ? അപ്പം നമ്മൾ ലോഡിങ് ഏരിയ പോയിട്ട് ഇതിൽ മെറ്റലാണ് ലോഡ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് അത് ഫസ്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയേക്കാം. 2 ലോഡാണ് നമ്മളിന്ന് എടുക്കാൻ പ്ലാൻ ചെയ്താക്കണത്. ആദ്യം തന്നെ ഒന്നും പോയി പെട്രോൾ അടിച്ചിട്ട് വരാം വണ്ടിയിൽ. അങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട്. സിറ്റിയിലേക്ക് പോകണം. ഇവിടെ പെട്രോൾ പമ്പില്ല. അങ്ങോട്ടേക്ക് കുറച്ച് സ്പീഡിൽ പോകണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു വണ്ടി. കഴിഞ്ഞ പ്രാവശ്യത്തിലെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായില്ല, നമ്മുടെ ചാനലിലില്ലത്. ഞാൻ വെറുതെ ഓടിച്ചിരുന്നു. ഇവിടെ തട്ടുകട്ടായിരിക്കും ഇപ്പം. അതെപ്പോഴും ഉണ്ടാവാറുള്ളത് അതേപോലെ തന്നെ മരത്തുമ്പോൾ തട്ടും. എപ്പോഴും കണ്ട് ശീലമുള്ളത് അത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പെട്രോൾ പമ്പിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് എടുക്കണം. ഞാൻ മാപ്പിൽ നോക്കാണ്ട് തന്നെ എനിക്ക് കാണാപ്പാടം അറിയാം ഇതൊക്കെ. നമ്മൾ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്രോൾ പമ്പ് കാണാൻ പറ്റും. ഇവിടെ അപ്പുറത്തുണ്ട് ഗൈസ്. അവിടെ കുറച്ച് സ്ഥലം കണ്ടത്. അത് വലിയൊരു ബോർഡില്ല അവിടെ. ഇൻഡിക്കേറ്റർ ഇട്ടാക്കാം. അപ്പുറത്തോട്ട് ഇരിക്കട്ടെ. അപ്പുറത്തോട്ട് കുറച്ച് സ്ലോ ആയിട്ട് തിരിക്കുക. പെട്രോൾ അടിക്കണ പണി കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഗൈസ്. അപ്പോൾ അതിന് തന്നെ നമുക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം. എനിക്ക് പെട്രോൾ അടിക്കാൻ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടില്ല എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പെട്രോൾ തീരുമ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ കൂടിയാണ് അടിക്കാറ്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പെട്രോൾ പമ്പിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് പെട്രോൾ അടിക്കാൻ ഒരു പ്രാവശ്യം മാത്രം പറ്റിയിട്ടുള്ളൂ. പിന്നെയുള്ള പ്രാവശ്യമൊക്കെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കി നോക്കാം. ലിറ്ററല്ലേ, ലിറ്റർ ഇതായ വെറുതെ സമയം കളയണ്ട. ഞാനിത് നിർത്തിയിട്ട. ഞാൻ ഇപ്പം ഇത്രയും സമയം കളഞ്ഞല്ലേ. അപ്പം ഞാൻ ഇനി നേരെ ലോഡിങ് ഏരിയയിലേക്ക് പോവാണ്. പോകുന്ന കേസ് ഇവിടുത്തെ ഒരു കടയുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവാം. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ബാക്കിലത്തെ സംഭവം ഒന്ന് പൊക്കിയിട്ടാ. ഇവിടെ ഇവിടെ ഈ സൈഡിൽ കണ്ട ഇവിടെ ഇടാം. തൊട്ട് ബാക്കി തന്നെ ഒരു കാറിന് കൊണ്ടുവന്നിട്ടാക്കണം. കാറിൻ്റെ മുകളിലേക്കായി പോയി മറ്റേ സംഭവം വെക്കുമ്പോൾ. പൊക്കട്ടെ. പൊങ്ങിയോ? ഭയങ്കര ലാഗ്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴൊക്കെ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. ഇതെന്ത് പോകണം. അപ്പോൾ നമുക്ക് നേരെ അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയിലോട്ടൊന്ന് ഓടിപ്പോവാം.
എന്നിട്ട് ചായ കുടിച്ചിട്ടില്ല. ഇതാണല്ലേ ഇവിടുത്തെ ലോറി. കൊള്ളാല്ല. ദേ ഇവിടെ കടയിൽ നിന്നാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ചായ കുടിച്ചിട്ടില്ല. ഗൈസ് നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാട്ടോ. നമുക്കിനി നേരെ ലോഡിങ് ഏരിയയിലേക്ക് പോകാമല്ലേ. ആ ലോഡിങ് ഏരിയയിലോട്ട് വണ്ടി കത്തിച്ചിടുക. അപ്പോൾ ഗൈസ് നമുക്കിനി ലോഡിങ് ഏരിയയിൽ എത്തിയിട്ട് കാണാം. 2000 years later. ഗൈസ് അപ്പം നമ്മൾ പോയി ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. കുറച്ച് നല്ല ദൂരം ഉണ്ടായിരുന്നു. കുറച്ച് ഓഫ് റോഡായ ഒരു വഴിയാണ്. അപ്പോൾ നമുക്കത് ഈ ലോഡിങ് ഏരിയ വണ്ടി സ്റ്റക്കായല്ല പോകുന്നില്ലേ? എന്താ പറ്റിയത്? പോണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. പോട്ടെ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ലോഡ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമല്ലേ. അപ്പോൾ നമ്മുടെ ലോഡിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലമാണ്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ലോഡ് കയറ്റുന്ന സ്ഥലം. അപ്പം ലോഡ് കയറ്റിട്ട് ഇതിൻ്റെ അടിയിൽ അങ്ങനെ നിന്നാൽ മതി. ലോഡൊക്കെ ഓട്ടോമാറ്റിക് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. സ്ഥലത്തേക്ക് കൊണ്ടുപോകണ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചില്ല ഗൈസ് ഞാൻ. ഗൈസ് അപ്പം നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി ഇപ്പം എത്രയായിട്ടുണ്ട്? 55,000 ആയിട്ടുണ്ട്. അപ്പം വെറുതെ വളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് തന്നെ മോഡിഫിക്കേഷൻ സെൻറ്റർ, അവിടെ നിന്ന് പോയി നോക്കി നോക്കാം എത്രയൊക്കെയാണ് കാര്യങ്ങളിൽ ഇതെന്നൊക്കെ വിലയെന്നൊക്കെ നോക്കിയിട്ടിരാം. ഇവിടെ വണ്ടി നിർത്തട്ടെ. ഗൈസ് അപ്പോൾ ചോദിച്ചത് വെറുതെ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ പോകുന്നു. അവിടെ ഭയങ്കര വിലയാണ് അയാൾ പറയണത്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒരു ലോഡും കൂടി എടുത്തിട്ട് അങ്ങോട്ട് പോരാം. അപ്പം നമുക്ക് ആ ലോഡൊന്ന് സ്പീഡിൽ ഇറക്കിയിട്ടിരല്ലേ. ആ സ്പീഡിൽ ഇറക്കിയിട്ടിരാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടുത്തെ ഇതൊക്കെ ലോഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലോഡ് എവിടെ ഇറക്കണമെന്ന് വെച്ചാൽ പോകാൻ ഇറക്കിയിട്ട് വരാം. ഹൈ സ്പീഡ് നമ്മൾ വഴിയിൽ നിന്ന് തെറ്റി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞു പോയി ഗൈസ്. അപ്പം നമുക്ക് ഈ സൈഡിലോട്ടാണ് തിരിയേണ്ടത്. അപ്പോൾ ഗൈസ് ഞാനൊരു സംഭവം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കത് ഇവിടെ ലോഡ് ഇറക്കാനുള്ള സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പോയി. ഇവിടെ ഒരു മോഡിഫൈ അല്ല, കളർ ചേഞ്ചിങ് സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ കളറൊക്കെ മാറ്റിയിട്ട് പോവാം. ഓക്കെ, അത് ഇവിടെ ഇല്ലേ? അതെ ഇവിടെ. അഡ്വർടൈസ്മെൻറ്റ് അപ്പം നമുക്ക് ഇവിടെയും സംഭവം മാറ്റാനുള്ളത്. ആദ്യം തന്നെ റിമ്മിൻ്റെ മാറ്റാമല്ലേ. പക്ഷേ റിമ്മ് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല കറക്റ്റായിട്ട്. നമുക്കൊന്ന് സർവീസ് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. വണ്ടി ഇത് കഴിഞ്ഞാകട്ടെ, ഞാൻ സർവീസ് ആയിട്ട് തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ ഞാൻ നല്ല ഹൈ സ്പീഡിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് കയറ്റിട്ടാ. ഇതാണ് ഏറ്റവും വലിയ പണിയാണിത്, ഇങ്ങനെ കയറ്റാൻ. കയറാൻ ഭയങ്കര പണിയാണ് ഗൈസ്. ഒന്നും കൂടി നോക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി ആയില്ലേ? ആയില്ല, ഒരു പ്രാവശ്യം കൂടി ആയി. ഓക്കെ, ഇത് സർവീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇട്ടിട്ട് എടുത്തിട്ട് നമ്മുടെ സർവീസ് സെൻറ്റർ അല്ലല്ല പെയിൻറ്റിങ് സെൻറ്ററിലേക്ക് പോവാം. അവിടുത്തെ പെയിൻ്റ് അടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് ആണ് ഇനി ഇറക്കാൻ പോകുന്നത്. അപ്പോൾ പെയിൻറ്റിങ് നല്ല സ്പീഡിൽ തന്നെ ഞാൻ ചെയ്യാം. എൻ്റെ മാക്സിമം സ്പീഡിൽ ചെയ്യാം. ഞാൻ സ്പീഡ് ടൈം ലാപ്സ് ഇടുന്നില്ല.
ഓക്കെ, അതാ കളർ മതിയാവും. വേണ്ട, നമുക്ക് അതിൽ ബ്ലൂ പോലത്തെ ഒരു കളർ ഇടാം. അപ്പോൾ നല്ല ഇതുണ്ടാവും. സക്സസ്ഫുള്ളി പർച്ചേസ്ഡ്. പിന്നെ വേറെ ഒന്നിടാനുള്ളത് നമുക്ക് അത് വേണ്ട. അത് ഭയങ്കര കളറായി തോന്നും ഗൈസ്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ ആ ടോപ്പിലത്തെ ഇതല്ലേ, ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ബോറാണ്. പച്ചയും വേണ്ട, നീല കിടക്കട്ടെ അല്ലേ. ആ ബാക്കിലത്തെ ആ ലോഡ് ബാക്കിൻ്റെ അതേപോലെ തന്നെ ഒരിതാവുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഇത് തന്നെ എടുക്കാമല്ലേ, ഇങ്ങനത്തെ ഈ കളർ. പച്ച എടുക്കുന്നുണ്ട്, ഗ്രീൻ വേണ്ട, അല്ല മറ്റേത് വേണ്ട, ഈ ബ്ലൂ വേണ്ട. ഞാൻ മറ്റേത് നോക്കാൻ പോയത് നമ്മുടെ എങ്ങനെയാണ് സ്കിൻ ഡൗൺലോഡ് ചെയ്യാൻ. അതിപ്പം നടക്കുന്ന കാര്യമില്ല. അപ്പം ഞാൻ വണ്ടി അവിടെ കിടക്കുന്നു. അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ മോഡിഫിക്കേഷൻ സെൻറ്ററിലേക്ക് പോവാം. കുറച്ച് ടൈം ലാപ്സ് ആയിരിക്കും. ടൈം ലാപ്സ് ഇല്ലെന്നല്ല, ടൈം ലാപ്സ് ഉണ്ടാവും, ചെറിയൊരു ടൈം ലാപ്സ്. ഗൈസ്, ഇതാണ് ഈ സ്ഥലം. അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വരാം. ഈ ഞാനങ്ങനെ കാണിച്ചിരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ മോഡിഫൈ ചെയ്യാം. ഇവിടെ നിന്നിട്ടാണ് പെട്ടെന്ന് മോഡിഫൈ ചെയ്ത് തരാം ഗൈസ്. അടുത്തൊരു കൊതിക്കും കാരണം ഗൈസ്, ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ വണ്ടി നല്ല ചിലവ് വരുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ കുറച്ച് കഷ്ടമാണ് ഇവിടെ വളച്ചെടുക്കാൻ നേരം. അപ്പം നമുക്ക് ഇനി നേരെ അങ്ങാടേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആ ടൈം ലാപ്സ് ഇടണില്ല, നമുക്കിങ്ങനെ ഈ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം. SI7YT ഗെയിമിങ് കേട്ടോ. അപ്പം നമ്മളെ ഇതിലേക്ക് ഈ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കിനി യൂറോ ട്രക്ക് സിമുലേറ്റർ 2ൻ്റെ എപ്പിസോഡ്സൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ PC-യിലായിരിക്കും നമ്മുടെ എപ്പിസോഡ് വരാൻ പോകുന്നത്. അതിൻ്റെ എപ്പിസോഡൊക്കെ എങ്ങനെയാണ് ഫസ്റ്റത്തത് നമുക്ക് ഈ മോഡ് കയറ്റണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പണിയാണ്. അതുകൊണ്ട് മോഡ് കയറ്റാണ്ട് അതിലത്തെ ട്രക്കുകൾ തന്നെ ആയിരിക്കും നമ്മൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീണ്ടും പണി. അതെ, ഇവിടെ കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്ത് തന്നെ ഇടുക, അത് കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ 2ൻ്റെ നല്ല എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റിട്ടാൽ മതി. അതെ ഗൈസ്, ഇവിടെ മതി. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇത് നമ്മുടെ നല്ല ഇതുള്ളൊരു മീൻസ് നല്ല ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. ഞാൻ പകുതി ടൈം ലാപ്സൊക്കെ അതുകൊണ്ടാണ് ഇട്ടാക്കണത്. ഞാൻ പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് അടുത്ത